സ്റ്റുഡൻസ് എംഎസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ SSLC റിസൾട്ടൊക്കെ ഇന്നലെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എക്സാമിനെല്ലാം പാസ്സായുള്ള വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ. അതേപോലെ തന്നെ മാർക്ക് കുറഞ്ഞു പോയെന്ന് വിഷമിച്ചിരിക്കുന്ന കുട്ടികളുണ്ടാകും നമ്മുടെ ഇടയിൽ ഒരുപാട് പേര്. പക്ഷെ അത്തരത്തിലുള്ളവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് SSLC എന്നൊരു കടമ നമ്മുടെ ലൈഫിൽ കടന്നതെന്നുള്ളൂ. ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊരു ശുഭപ്രതീക്ഷയിൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലോട്ട് ഷെയർ ചെയ്യാനും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോൾ 10th ശേഷം നിങ്ങൾക്ക് പോകാൻ പറ്റിയ കരിയർ ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക. നമുക്കറിയാം 10th ഒരുപാട് പാരൻസിനൊക്കെ വളരെയധികം ആകുലതയുള്ളൊരു മെയിൻ ഏരിയയാണ് മക്കൾ 10th കഴിഞ്ഞു ഇനി ഏതൊരു സ്ട്രീമിലേക്ക് പോകുന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒരുപാട് കരിയർ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ആണ് ഓരോ കോഴ്സ് എടുത്താലും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുന്നത് മൂലം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കരിയർ ഓപ്ഷൻസ് നമുക്കറിയാം നമ്മൾ 10th കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലോട്ടും നമുക്ക് പല ഏരിയാസിലോട്ടും നമുക്ക് നമ്മുടെ കോഴ്സസുകൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതെല്ലാം നമ്മളൊരു ഫ്യൂച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. പല ആൾക്കാർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പം അതിൻ്റെ ബേസിൽ ഇന്നത്തെ കാലത്ത് പല കുട്ടികൾക്കും അറിയില്ല പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒരു സ്ട്രീം തിരഞ്ഞെടുക്കേണ്ടതെന്നാണ്. അപ്പം നമ്മൾ മെയിനായിട്ട് ആദ്യം അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് നമുക്കൊരു ഫൗണ്ടേഷൻ ബേസ് വേണം. കരിയറിൽ ഞാൻ എവിടെ എത്തണം, അല്ലെങ്കിൽ കരിയറിൽ ഞാൻ എത്രത്തോളം എൻ്റെ ഫ്യൂച്ചറിനെ ബിൽഡ് ചെയ്ത് പോകണം, ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു വിഷനുള്ള ആൾക്ക് മാത്രമേ പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ ഏത് സ്ട്രീമിൽ പഠിക്കണമെന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം നമുക്ക് മെയിനായിട്ട് 10th ശേഷം എല്ലാവർക്കും വരുന്ന പോലെ 3 സ്ട്രീമാണ് വരുന്നത്. നമുക്കറിയാം നമ്മുടെ സയൻസ്, കൊമേഴ്സ്, അതേപോലെ തന്നെ ഹ്യൂമാനിറ്റീസ്. ഇതിൽ തന്നെ ഒരുപാട് മെയിൻ സബ് ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ സയൻസ് എടുക്കുന്ന കുട്ടികളാണെങ്കിലും അതിലൊരുപാട് ബയോ സയൻസ് ആണ്, മാത്തമാറ്റിക്സ് ആണ്, ഒരുപാട് സബുകൾ ഡിഫറൻസ് വരുന്ന സ്ട്രീമുകളുണ്ട്. അപ്പം നിങ്ങളുടെ മാർക്ക് 10th നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ ബേസ് നോക്കിയിട്ടായിരിക്കും നിങ്ങൾ ഏത് സ്ട്രീമിലോട്ട് പോകാമെന്ന് എന്തായാലും നിങ്ങൾക്ക് സീറ്റ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുക. പക്ഷെ പലർക്കും പല ആഗ്രഹങ്ങളായിരിക്കാം. അപ്പോൾ നിങ്ങളുടെ മാർക്കിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് നല്ലൊരു സ്കൂളിൽ ഒരു +1 അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക്, പ്രത്യേകിച്ച് സയൻസ് പോലുള്ള വിഷയങ്ങളിൽ അത്യാവശ്യം നല്ല മാർക്ക് ഉണ്ടായിരിക്കണം. ഇപ്പോൾ കൊമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും പഠിക്കാത്തൊരു വിഷയത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലുന്നത്. അപ്പം ഓരോ വിഷയമാകുമ്പോഴും അതിൻ്റെതായിട്ടുള്ള മാർക്കുകളുടെ ബേസിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക. അപ്പം ഇപ്പോൾ സയൻസ് എടുത്ത കുട്ടിക്ക് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രിയിലൊക്കെ നല്ല മാർക്ക് ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 90% എബോവ് ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അവർക്ക് സയൻസ് ഫീൽഡ് കിട്ടും. അപ്പം ഒരുപാട് പേര് സയൻസുമായി ബന്ധപ്പെട്ട ഫീൽഡിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സയൻസ് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ അത്യാവശ്യം നല്ല സ്കോർ ഉള്ളവർക്കും ഒരു സയൻസ് ഫീൽഡ് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. അപ്പോൾ സയൻസ് ഫീൽഡിൽ പഠിച്ചാൽ നമുക്ക് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസും. ഇത്രയാണ് മെയിനായിട്ട് സബ് വരിക. ഇതിൽ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് സെക്ഷൻസുകളും അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് കൂടാനായിട്ട് ഇപ്പോൾ സുവോളജി, ബോട്ടണിയൊക്കെ ഒരു ബയോളജിയുടെ സംഭവമായിട്ട് 2 ഭാഗമായിട്ട് കുട്ടികൾക്ക് സുവോളജി എന്ന് പറയുന്നത് പുതുതായി കേൾക്കുന്ന പേരാണ് സുവോളജി. അതേപോലെ തന്നെ ബോട്ടണി എന്ന് പറയുന്നത് അതൊക്കെ ഒരു ബയോളജിയുടെ സബ്ബായിട്ട് എക്സ്ട്രാ അവർക്ക് പഠിക്കാനുണ്ടായിരിക്കും. പിന്നെ റെക്കോർഡ്സ് ഉണ്ടായിരിക്കാം. ഇതൊക്കെ ഇതിൽ വരും. ഫസ്റ്റ് ഇയറിലൊന്നും ഉണ്ടായിരിക്കില്ല, സെക്കൻഡ് ഇയറിലായിരിക്കും നിങ്ങൾക്ക് റെക്കോർഡ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരിക. ദെൻ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടറിൻ്റെ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാനും ഒക്കെ കമ്പ്യൂട്ടർ സയൻസ് മൂലം അത്യാവശ്യം ലാബൊക്കെ ഉണ്ടായിരിക്കാം. അത്യാവശ്യം കമ്പ്യൂട്ടറിനെ കുറിച്ച് കമ്പ്യൂട്ടറിൽ ഭയങ്കര നോളജ് ഉള്ളവർക്ക് നല്ലൊരു ഫീൽഡാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പം കുറച്ചും കൂടി ഒരു മെഡിക്കൽ ഫീൽഡ് അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, എൻജിനീയറിങ് ആ ഒരു ഫീൽഡിലോട്ട് പോകുന്നവർക്ക് സയൻസ് ഓപ്ഷന് ഏറ്റവും ബെറ്റർ ആയിരിക്കാം. അനലിറ്റിക്കൽ മൈൻഡ്സ്, ഇൻട്രസ്റ്റ് ഇൻ ടെക്നോളജി, ഹെൽത്ത്, റിസർച്ച്, ഈ ഒരു ഏരിയയ്ക്കാണ് മെയിനായിട്ടൊരു സ്കോപ്പ് വരിക. ടെക്നോളജി റിലേറ്റഡ് ടെക്കി ആയിട്ട് പോകുന്നവർക്കല്ല നമുക്കറിയാം എൻജിനീയറിങ് ആഫ്റ്റർ +2 BTech അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമിനൊക്കെ നമുക്ക് സയൻസ് എടുത്തവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ്. ദെൻ ഹെൽത്ത് സെക്ടറിൽ ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, നഴ്സസ് അതേപോലെ തന്നെ നഴ്സ് കൂടാനായിട്ട് വേറെ ഒരുപാട് സബ്ബുകൾ വരുന്നുണ്ടല്ലേ. ഇപ്പോൾ ഒപ്റ്റോമെട്രി ഉണ്ടായിരിക്കാം, B.Pharm, D.Pharm, അങ്ങനെ ഒരുപാട് വേറെ മെഡിക്കൽ ഫീൽഡിലോട്ട് ഒരുപാട് സ്കോപ്പുകൾ സയൻസ് ഫീൽഡിന് ലഭിക്കുന്നുണ്ട്. ദെൻ റിസർച്ച്, നിങ്ങൾക്ക് ഒരു PGക്ക് ശേഷം ഫിസിക്സിൽ റിസർച്ച് ചെയ്യാം, ദെൻ ബയോളജി, മെഡിക്കൽ സയൻസിൽ റിസർച്ച് ചെയ്യാൻ ഒരുപാട് റിസർച്ച് PhD സ്കോപ്പുകളൊക്കെ ഒരു സയൻസ് സ്ട്രീമിലുണ്ട്.
സോ അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് സ്കോപ്പിൽ വരുന്നത്. എഞ്ചിനീയറിംഗിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലേ, ഇന്നത്തെ കാലത്ത് ഒരുപാട് എഞ്ചിനീയേഴ്സ് IT അതേപോലെ തന്നെ ടെക്കി ഫീൽഡിലാണ് മെയിനായിട്ട് ഈ ഒരു എഞ്ചിനീയേഴ്സിൻ്റെ ഒരു എമർജൻസി ഉള്ള. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, ഡെവോപ്സ് അങ്ങനെ ഒരുപാട് മേഖലകൾ, പ്രത്യേകിച്ചും IT-യിലൊക്കെ ഭയങ്കര സ്കോപ്പാണ് നമുക്ക് എഞ്ചിനീയറിംഗ് മൂലം ഉണ്ടായിരിക്കുക. ദെൻ മെഡിസിൻ്റെ സെക്ടർ ഇപ്പോൾ ഒരുപാട് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MBBS, BDS, നഴ്സിംഗ് എക്സെട്ര. അതായത് നഴ്സിംഗ് കൂടാതെ തന്നെ ഒപ്റ്റോമെട്രി, അങ്ങനെ ഒരുപാട് ഏരിയാസ് മെഡിസിനുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും. പിന്നെ നമുക്ക് പ്യുവർ സയൻസ് PG ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ BSc, MSc, അങ്ങനെ MSc എടുത്തുള്ള റിസർച്ച്, ദെൻ അതേപോലെ ടീച്ചിങ് ആ ഒരു ഏരിയയിലോട്ട് പോകാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് പറഞ്ഞ പോലെ തന്നെ IT ആൻഡ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് ആണ്. ഇപ്പോൾ നമുക്കറിയാമല്ലേ, AIൻ്റെ ഒരു എമർജൻസി ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ITൻ്റെ ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് പറയുന്നത് വളരെയധികം വലുതാണ്. പിന്നെ ആർക്കിടെക്ചർ, ബയോടെക്നോളജി, ഫോറൻസിക്സ്. അപ്പോൾ ഈ ഒരു ഇത്രയും ഏരിയസിലോട്ട് കരിയർ സ്കോപ്പ്, നമ്മുടെ കൊമേഴ്സ് പഠിച്ചാൽ നമുക്ക് ഇത്രയും ഏരിയസിലോട്ട് നമ്മുടെ ഒരു കരിയർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം ഒരുപാട് പേർക്ക് ആഗ്രഹം ഉണ്ടായിരിക്കും. ഇപ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് ആർക്കിടെക്ചർ ആവണം, എനിക്ക് സിവിൽ എഞ്ചിനീയർ ആവണം എന്നൊക്കെ. അപ്പം ഇങ്ങനത്തെയൊക്കെയുള്ള ഒരു കോഴ്സസാണ് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണെങ്കിൽ അത്തരം ആഗ്രഹിക്കുന്നവർ എന്തായാലും അവരുടെ കരിയർ മെയിനായിട്ട് ഒരു സയൻസ് ഗ്രൂപ്പിലോട്ട് പോകുമായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. സോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ സയൻസ് ഗ്രൂപ്പ് എടുത്താൽ ഉണ്ടാകുന്ന ഗുണങ്ങളും അതേപോലെ തന്നെ സയൻസ് ഗ്രൂപ്പിന് ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പം സയൻസ് എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു ഓപ്ഷനാണ്. നല്ല മാർക്ക് നിങ്ങൾക്ക് ബയോളജിയിൽ, അതായത് നിങ്ങൾക്ക് സീറ്റ് കിട്ടുമ്പോൾ നിങ്ങളുടെ മെയിൻ നോക്കുന്നത് നിങ്ങളുടെ ബയോളജി, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഫിസിക്സിൽ കിട്ടിയിരിക്കുന്ന മാർക്ക്, ദെൻ കെമിസ്ട്രിക്ക് കിട്ടിയിരിക്കുന്ന മാർക്ക്, അതേപോലെ തന്നെ മാത്തമാറ്റിക്സ് ഈ ഒരു ഇതിലെല്ലാത്തിലും നിങ്ങൾക്ക് A+ ആണെങ്കിൽ ഒരു 90% എബോവ് അഷുറൻസ് ഉള്ളവർക്ക് സയൻസ് ഫീൽഡ് എന്തായാലും ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പം ഇനി സയൻസ് ഫീൽഡ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന വേറൊരു ഫീൽഡാണ് സ്ട്രീം 2 കൊമേഴ്സ് എന്ന് പറയുന്നത്. അപ്പം കൊമേഴ്സും വളരെയധികം നല്ലൊരു ഏരിയയാണ് കൊമേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് സയൻസിനെ അപേക്ഷിച്ച് അത്രയധികം ഡിഫിക്കൽട്ടീസ് ഒന്നും അങ്ങനെ കൊമേഴ്സിൽ വരില്ല. എങ്കിൽ കൂടിയും ലാബ് നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണെങ്കിൽ ലാബ് വരുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ സെക്കൻഡ് ഇയറിൽ. പിന്നെ അതിൻ്റെ ഒരു റെക്കോർഡും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് കൊമേഴ്സിൽ മെയിനായിട്ട് വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ് പഠിക്കാനുണ്ടായിരിക്കും, എക്കണോമിക്സ്, അക്കൗണ്ടൻസി, മാത്തമാറ്റിക്സ്. ചില സ്കൂളുകളിൽ മാത്തമാറ്റിക്സ് ഉണ്ടായിരിക്കില്ല, ചില സ്കൂളുകളിൽ ഒന്നെങ്കിൽ ഉണ്ടായിരിക്കുക കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കും, CA എന്ന് പറയും. അതായത് നമ്മുടെ ബേസിക്സ്, കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ്, കീബോർഡ്, മോണിറ്റർ, അങ്ങനെ ഒരു ഹാർഡ്വെയർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കാം. ഇനി വേറെ ചില സ്കൂളുകളിൽ ഉണ്ടായിരിക്കുക സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കും. അപ്പോൾ വേറെ ചില സ്കൂളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ഇനി സ്റ്റാറ്റിസ്റ്റിക്സ് കൂടായിട്ട് ചില സ്കൂളുകളിൽ പൊളിറ്റിക്സ് കൂടി ഉണ്ടായിരിക്കും, പൊളിറ്റിക്സ് കേട്ടോ. അപ്പോൾ പൊളിറ്റിക്സ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊരു കോളേജിൽ അല്ല, ഓരോ സ്കൂളിൻ്റെ അനുസരിച്ചായിരിക്കും ഓരോരോ സബ്ജക്റ്റുകൾ അവർ കൊടുക്കുന്നുണ്ടായിരിക്കുക. മാത്തമാറ്റിക്സ് ആയിരിക്കാം, ചിലപ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിരിക്കാം. ഏത് വിഷയമായാലും വളരെയധികം നമുക്ക് സിമ്പിളായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയാസാണ്. നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ പലരുടെയും ഒരു ആശങ്ക എന്ന് പറയുന്നത് കൊമേഴ്സ് ഇതുവരെ 10th പഠിക്കാത്തൊരു പുതിയ വിഷയമാണ് കൊമേഴ്സ്. സോ അവർക്ക് ഇനി എന്തൊരു ഫ്യൂച്ചർ ഓപ്ഷൻസ് എന്ന് അറിയാൻ പറ്റില്ല. സോ മാത്തമാറ്റിക്സ് ഒരുപാടുള്ളൊരു സബ്ജക്ട്സ് ആകുമെന്നൊരു ടെൻഷൻ എല്ലാവർക്കും ഉണ്ട്. പക്ഷേ കൊമേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സബ്ജക്ട്സ് ആണുള്ളത്. ആരും അങ്ങനെ കൊമേഴ്സിനെ കുറിച്ച് ഒരിക്കലും വ്യാകുലപ്പെടേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് വായിച്ചാൽ നമുക്കറിയാം, നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഒരു കൊമേഴ്സിലുള്ളത്. അതേപോലെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഇക്വേഷൻസ്, മാത്തമാറ്റിക്സ്, അങ്ങനെ ഒരു അധികം കാൽക്കുലേഷൻസ് പോലും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് തിയറി ആയിട്ട് ബിസിനസ് സ്റ്റഡീസൊക്കെ നിങ്ങൾക്ക് ഒരു ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ബിസിനസ്സിൻ്റെ ഫോംസാണ്, അത്ര കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. എക്കണോമിക്സ് ആയാൽ കൂടി നമ്മുടെ ഒരു എക്കണോമിക്സിൽ മാക്രോ എക്കണോമിക്സ്, അങ്ങനെ അധികം വലിയ കാൽക്കുലേഷൻസ് ഇല്ലാതെ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ഏരിയ കൂടിയാണ് കൊമേഴ്സ്. ഇനി കൊമേഴ്സ് പഠിച്ചാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. നമ്മുടെ ഒരു കരിയർ സ്കോപ്സ് ഇൻ കൊമേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് CA, നമുക്കറിയാമല്ലോ, CA, ACCA, CMA, CS, ഒരുപാട് സ്കോപ്പുള്ള ഏരിയയാണ്. നമുക്ക് ഒരു കരിയറിലോട്ട് കടന്നാൽ മന്ത്ലി നമുക്കൊരു CA ആയാൽ ഒരു 1 lakh, 2 lakh, 5 lakh വരെയൊക്കെ നമുക്ക് മന്ത്ലി ഇൻകം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൊമേഴ്സ് ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ എടുത്താൽ നിങ്ങൾക്ക് ആഫ്റ്റർ +2
+2 നിങ്ങൾക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് CA കോഴ്സ് 5 years, CA കോഴ്സ് പഠിക്കാതെ കമ്പനി സെക്രട്ടറി CS പഠിക്കാതെ ഇത് കൂടാനായിട്ട് CMA ACC നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസുകളാണ് പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസോട് കൂടിയിട്ട് ഇത്തരത്തിലുള്ള കോഴ്സസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ് സെക്ടറിൽ ഫിനാൻസ് സെക്ടർ വളരെയധികം ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സെക്ടറാണ്. ഒരുപാട് തൊഴിലവസരങ്ങൾ ആഫ്റ്റർ കൊമേഴ്സ് കഴിഞ്ഞവർക്കുണ്ട്. ദെൻ നിങ്ങൾക്ക് BBA MBA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പെർസ്യൂ ചെയ്യും. കൊമേഴ്സ് പണ്ടൊരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ BBA MBA ഒക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് മൾട്ടിനാഷണൽ MNCസിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷനിലൊക്കെ ഒരുപാട് ജോബ് വാക്കൻസീസും ഒരുപാട് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്ന ഒരു ഏരിയയാണ് MNCസിലൊക്കെ വന്നപ്പോൾ നല്ലൊരു MNCസിൽ പ്ലേസ്ഡ് ആവാനും അതേപോലെ തന്നെ ടീച്ചിങ് എന്നൊരു മേഖലയിലേക്ക് നിങ്ങൾ PG എടുത്താൽ നിങ്ങൾക്ക് ടീച്ചിങ് MCOM MBA ഒക്കെ എടുത്താൽ ഒരു ടീച്ചിങ് എന്ന മേഖലയിലേക്കും റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കൊമേഴ്സിൽ ബാങ്കിങ് സെക്ടറിൽ ഫിനാൻസ് സെക്ടറിൽ ഓൺടർപ്രണർഷിപ്പ് സെക്ടറിലൊക്കെ നിങ്ങൾക്കൊരു റിസർച്ച് ചെയ്യാനുള്ള സ്കോപ്പും കൂടിയും അവിടെ വാസ്റ്റ് ആയിട്ടുണ്ട്. ദെൻ എക്കണോമിക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ആ ഒരു ഏരിയയിലേക്ക് നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ടാക്കി. ദെൻ ഓൺടർപ്രണർഷിപ്പ് മെയിനായിട്ട് നമുക്കൊരു ബിസിനസ് ബിൽഡ് ചെയ്യാനുള്ള പ്രോപ്പർ നോളജാണ് നമുക്കൊരു ആഫ്റ്റർ കൊമേഴ്സിന് ശേഷം നമുക്ക് കിട്ടുക. പല ഓൺടർപ്രണേഴ്സ് MBA കഴിഞ്ഞ ആൾക്കാരാണല്ലേ, നമുക്കറിയാം ഒരു സ്റ്റാർട്ടപ്പ് എങ്ങനെ ബിൽഡ് ചെയ്ത് പോകണം ഒരുപാട് ഓപ്ഷൻസാണ് ശരിക്കും കൊമേഴ്സ് പഠിച്ചാൽ ഉണ്ടായിരിക്കുക. അതായത് ഒരു ജോലി കൊടുക്കേണ്ട ജോലിക്കുള്ളൊരു പ്രാപ്തരാക്കുന്നൊരു കോഴ്സ് കൂടിയാണ് ആഫ്റ്റർ കരിയർ സ്കോപ്സിന് കൊമേഴ്സിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ് എന്ന് പറയുന്നത്. ഹ്യൂമാനിറ്റീസ് സ്ട്രീം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഒരുപാട് പൊളിറ്റിക്സ് അതേപോലെ ഒരുപാട് ലോസ് അഡ്വക്കേറ്റ്സ് എല്ലാം വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ ഒരു ഹിസ്റ്ററി അറിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ പാത്ത് വേ നമുക്ക് അറിയുള്ളൂ. അപ്പോൾ ഹ്യൂമാനിറ്റീസ് നമുക്ക് ഇപ്പം നിങ്ങൾക്ക് ഹിസ്റ്ററി ജോഗ്രഫി സബ്ജക്ട്സൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും അവർക്ക് ഹ്യൂമാനിറ്റീസ് ഒരു ബെറ്റർ ഓപ്ഷനാണ്. നിങ്ങൾക്ക് ഹിസ്റ്ററിയിലും അതേപോലെ തന്നെ ജോഗ്രഫി സോഷ്യൽ സയൻസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്തവരാണെങ്കിൽ മെയിനായിട്ട് നിങ്ങൾക്ക് ജേർണലിസം പോലുള്ള ആക്ടിവിറ്റീസൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഹ്യൂമാനിറ്റീസ് ഫീൽഡ് ഒരു ബെറ്റർ ഓപ്ഷനാണ്. മെയിനായിട്ട് ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ വരുന്ന സബ്ജക്ട്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഉണ്ടായിരിക്കാം, ജോഗ്രഫി ഉണ്ടായിരിക്കാം, പൊളിറ്റിക്കൽ സയൻസ് ഉണ്ടായിരിക്കാം, സൈക്കോളജി, സോഷ്യോളജി, ലിറ്ററേച്ചർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സയൻസിലും അതേപോലെ തന്നെ കൊമേഴ്സിലും പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ടായിരിക്കാം. മനസ്സിലായോ? പ്രോബ്ലം പേപ്പേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ഹ്യൂമാനിറ്റീസ് ഫീൽഡ് ഫുൾ തിയറി സബ്ജക്ട്സ് ആണ്, ഫുൾ തിയറിയാണ് ഹ്യൂമാനിറ്റീസിലുള്ളത്. സോ അപ്പോൾ പ്രോബ്ലം ചെയ്യാൻ അറിയാത്തവർക്ക്, ഇപ്പോൾ മാത്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്ക് ഫുൾ തിയറി സബ്ജക്ട്സ് പഠിക്കണമെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു ബെറ്റർ ഓപ്ഷനാണ്. അതേപോലെ തന്നെ തിയറി പാർട്ട് ഒരിക്കലും പഠിക്കാൻ ആഗ്രഹിക്കാത്തവർ, ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഫുൾ പ്രോബ്ലംസിനോടായിരിക്കാം കൂടുതൽ ഇഷ്ടം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഒരു ബെറ്റർ ഓപ്ഷൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അവിടെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളത് വളരെ ഒരു അഷുറൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെയായിരിക്കും കരിയർ സ്കോപ്പുകൾ എന്ന് കൂടി നോക്കാം. ഒരു ഹ്യൂമാനിറ്റീസിന് ശേഷം നമുക്ക് ലോ ഫീൽഡിലോട്ട് പോകാനല്ലേ, അഡ്വക്കേറ്റ്സ് ആവാനൊക്കെ നമുക്ക് ലോ ഫീൽഡിലോട്ട് പോകാൻ ഹ്യൂമാനിറ്റീസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കറിയാം. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞവർക്ക് ജേർണലിസം, അഡ്വർടൈസ്മെൻറ്റ്, അതേപോലെ തന്നെ അഡ്വക്കേറ്റ്സ്, അങ്ങനെ ഒരുപാട് സുപ്രീം കോടതിയിലൊക്കെ കോർട്സിലൊക്കെ ഒരുപാട് ജോബ്സ് ആണുള്ളത്. PSC ആണെങ്കിൽ കൂടിയും ഈവൻ ഹ്യൂമാനിറ്റീസ് ഫീൽഡിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതാണ് സിവിൽ സർവീസസ് ആളും IAS, IPS, IFS അങ്ങനെ ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഹ്യൂമാനിറ്റീസ് ബെറ്റർ ഓപ്ഷനാണ്. ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ ക്രാക്ക് ചെയ്യുന്നവർക്കും അത്യാവശ്യം സോഷ്യൽ സയൻസും ഹിസ്റ്ററിയൊക്കെ ആയിട്ട് ബന്ധമുള്ളവർക്കൊക്കെ ഈ ഒരു ഏരിയ നോക്കാവുന്നതാണ്. പിന്നെ ജേർണലിസം, മാസ് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ വർക്ക്. അപ്പോൾ ഇന്നത്തെ കാലത്ത് MSW അല്ലെ BSW ആണ് ഡിഗ്രി കോഴ്സ്. അതിൻ്റെ BSW കഴിഞ്ഞതിന് ശേഷം MSW എടുത്തവർക്ക് ഒരുപാട് സ്കോപ്പാണ് നമ്മുടെ ഹ്യൂമാനിറ്റീസ് പഠിച്ചിറങ്ങുമ്പോൾ വരുന്നത്. പിന്നെ ടീച്ചിങ്ങിൽ, ലിംഗ്വിസ്റ്റിക്സ്, ഫൈൻ ആർട്സിൽ, ടീച്ചിങ്ങിലൊക്കെ ഒരുപാട് വാക്കൻസീസാണ്. നമുക്കറിയാം സോഷ്യൽ സയൻസൊക്കെ നമുക്ക് 1 മുതൽ +2 ഉള്ള സബ്ജക്റ്റാണ് സോഷ്യൽ സയൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം സോഷ്യൽ സയൻസ് പഠിപ്പിക്കാനൊക്കെ സ്കൂളുകളിലും ആഫ്റ്റർ കോളേജ് ആണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് BA പൊളിറ്റിക്സ്, BA ഹിസ്റ്ററി, BA സോഷ്യോളജി അങ്ങനെ ഒരുപാട് സബ്ജക്റ്റിൽ ടീച്ചിങ് ഏരിയയിലും വളരെയധികം ഒരുപാട് ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നതും നമ്മുടെ HSA വിളിച്ചതാണെങ്കിലും അതേപോലെ LPUP ആണെങ്കിലും സോഷ്യൽ സയൻസിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികം വലുതാണ്. അപ്പം കരിയർ ഓപ്ഷൻസ് ആഫ്റ്റർ ഹ്യൂമാനിറ്റീസ് മെയിനായിട്ട് ഇത്രയും ഏരിയാസിലാണ് ഉള്ളതെന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ
മൂന്ന് ഏരിയാസ് എന്ന് പറയുന്നത്, ഈ 3 ഏരിയാസിൻ്റെയും ഇമ്പോർട്ടൻസ്, ഈ ഒരു 3 മെയിൻ സ്ട്രീംസിൻ്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്, ഓരോ സ്ട്രീമിനും അതിൻ്റേതായിട്ടുള്ള യുണീക്കായിട്ട് വരുന്ന ഡിഫറൻസസ് ആളുണ്ട്. ഓരോ സ്ട്രീം വരുന്നത് നമുക്ക് കരിയറിൽ എന്തെത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഏത് സ്ട്രീം ചൂസ് ചെയ്യണമെന്നാണ് അറിയേണ്ടത്. അപ്പം ഹൗ ടു ചൂസ് എ റൈറ്റ് സ്ട്രീം, എങ്ങനെ റൈറ്റ് സ്ട്രീം, എപ്പോഴും പലർക്കും ഭയങ്കര പേടിയുള്ള കാര്യമാണ്. പലരും പറയും എനിക്ക് ഡോക്ടർ ആവണം, നേഴ്സ് ആകണം, പക്ഷെ വിചാരിച്ചത്ര മാർക്ക് അവർക്ക് ബയോളജിയിലും കെമിസ്ട്രിയിലും ഒന്നും സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ കൂടിയും ഒരു ഓർഗാനിക് കെമിസ്ട്രി പറഞ്ഞ പോർഷൻസിനും പലർക്കും ബുദ്ധിമുട്ടായിരിക്കാം. അപ്പോൾ അത്തരം വിഷയങ്ങളൊന്നും ഇഷ്ടമില്ലാത്തവർ, അല്ലെങ്കിൽ അവർക്കത്രയും നമുക്കറിയാം ഓരോ കുട്ടികളുടെ ഇൻഡിവിജ്വൽ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അവർക്ക് അവരുടെ കാപ്പബിലിറ്റീസ് അനുസരിച്ച് വേണം ഓരോ സ്ട്രീമും ചൂസ് ചെയ്യാൻ വേണ്ടി. സോ ഫസ്റ്റ് ഓഫ് ഓൾ നോ യുവർ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അവനവൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരു കോഴ്സ് അവിടെ എടുക്കാൻ വേണ്ടിയിട്ട്. ടേക്ക് കരിയർ ഗൈഡൻസ് ഓർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടാനിപ്പം ഈ ചാനലിലുള്ള വീഡിയോസുകൾ ഒരുപാട് വീഡിയോസുകളും ഒരുപാട് കെയർ ഗൈഡൻസ് കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ്, പ്രൊഫഷണൽസിൻ്റെ ഹെൽപ്പ്, അതേപോലെ തന്നെ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പൊക്കെ അവിടെ നിങ്ങൾക്ക് സീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് നിങ്ങൾ 10th ശേഷം ഏത് സ്ട്രീം ചൂസ് ചെയ്യണം. ഒരുപാട് കുട്ടികൾ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അവർക്കൊരു ഹെൽപ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ. അപ്പോൾ വീഡിയോ കണ്ടവരെ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ 10th കഴിഞ്ഞിരിക്കുന്ന കുട്ടികളോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക് യു.